ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീൽ ലൈക്ക് പ്ലസ് ING അതിൻ്റെ യൂസേജാണ്. ഇത് ചെയ്യാൻ തോന്നുന്നു എന്ന അർത്ഥം വരുന്ന സന്ദർഭങ്ങളിലാണ് ഫീൽ ലൈക്ക് പ്ലസ് ING നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ഐ ഫീൽ ലൈക്ക് സീയിങ് എ ഫിലിം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫീൽ ലൈക്ക് കഴിഞ്ഞതിന് ശേഷം വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഐ ഫീൽ ലൈക്ക് സീയിങ് എ ഫിലിം. എനിക്ക് ഒരു പടം കാണാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഗോയിങ് ഹോം ഏർലി ടുഡേ. ഇന്ന് എനിക്ക് നേരത്തെ വീട്ടിൽ പോകാൻ തോന്നുന്നു. ഓഫീസിൽ ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കൊളീഗ്സിനോട് നമ്മൾ ഇപ്രകാരം പറയാറുണ്ട്. അടുത്തത് ഐ ഫീൽ ലൈക്ക് പിസ്സിങ്. എനിക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നു. പിസ് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അടുത്തത് ഐ ഫീൽ ലൈക്ക് റണ്ണിങ് എവേ ഫ്രം ദിസ് പ്ലേസ്. എനിക്ക് നാടുവിടാൻ തോന്നുന്നു. ഇവിടെ റൺ എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം റണ്ണിങ് ആണ് ചേർത്തിരിക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് പ്രയോഗങ്ങളാണ്. അവളുടെ മോന്ത കണ്ടാൽ ഒരു ചവിട്ട് കൊടുക്കാൻ തോന്നും. അതായത് ആരോടെങ്കിലും നമുക്ക് ദേഷ്യമുള്ളപ്പോൾ നമ്മൾ ഇപ്രകാരം പറയാറുണ്ട്. അതെങ്ങനെയാണ് പറയുന്നത് ഇംഗ്ലീഷിൽ? സീയിങ് ഹെർ ഫേസ് ഐ ഫീൽ ലൈക്ക് ഗിവിങ് ഹെർ എ കിക്ക്. ചവിട്ട് കൊടുക്കുക എന്ന് പറയുന്നതിനാണ് കിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗിവ് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം ഗിവിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, നിൻ്റെ കൈയക്ഷരം കണ്ടാൽ ഒരു ഉമ്മ തരാൻ തോന്നും. സീയിങ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഐ ഫീൽ ലൈക്ക് കിസ്സിങ് ഇറ്റ്. കിസ് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം കിസ്സിങ് ആണ് ചേർത്തിരിക്കുന്നത്. അവളുടെ സാരി കണ്ടിട്ട് എനിക്കും അതുപോലെ ഒരെണ്ണം വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും നമ്മൾ ഇപ്രകാരം പറയും. സീയിങ് ഹെർ സാരി ഐ ഫീൽ ലൈക്ക് ബൈയിങ് വൺ ലൈക്ക് ദാറ്റ്. ഇവിടെ ബൈ എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം ബൈയിങ് ആണ് ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, ഐ ഡോണ്ട് ഫീൽ സോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് വേറൊരു സെറ്റ് പ്രയോഗമാണ്. ഈ 3 എക്സാമ്പിൾ. ഐ ഡോണ്ട് ഫീൽ സോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അടുത്തത് ഐ ഫീൽ സോ, അങ്ങനെ തോന്നുന്നു. ഐ ഫീൽ സോ. അടുത്തത് ഐ ഫീൽ ടയേർഡ്. എനിക്ക് ക്ഷീണം തോന്നുന്നു. ഐ ഫീൽ ടയേർഡ്. ഇനിയും ഈ ഫീൽ ലൈക്കിൻ്റെ ക്വസ്റ്റ്യൻ ഫോം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡു യു ഫീൽ ലൈക്ക് സിറ്റിംഗ് എനിവെയർ? താങ്കൾക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നുന്നുണ്ടോ? ഡൂയിലാണ് തുടങ്ങുന്നത്. ഡു യു ഫീൽ ലൈക്ക് സിറ്റിംഗ് എനിവെയർ. ഇവിടെ ആണെങ്കിലും സിറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോമാണ് ചേർത്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, ഡു യു ഫീൽ ലൈക്ക് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് അറൗണ്ട്? പുറത്തു പോയി ഒന്ന് കറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം ഗോയിങ് ആണ് ചേർത്തിരിക്കുന്നത്. എക്സാമ്പിൾ മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത് ഭക്ഷണ വസ്തുക്കളെ പറ്റി പറയുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ചേർക്കുന്നത്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ING ഫോം ചേർക്കേണ്ട, വെർബിൻ്റെ ING ഫോം ചേർക്കേണ്ട ആവശ്യം ഈ ഭക്ഷ്യ സാധനങ്ങളെ പറ്റി പറയുമ്പോൾ ഇല്ല. എക്സാമ്പിൾ നോക്കാം. ഐ ഫീൽ ലൈക്ക് എ ടീ. ഐ ഫീൽ ലൈക്ക് എ ടീ. ഒരു ചായ കുടിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഒരു നമുക്ക് മനസ്സിലാവത്തില്ല. ഐ ഫീൽ ലൈക്ക് എ ടീ എന്ന് ഒരാൾ നമ്മളോട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അയാൾ പറഞ്ഞ എന്താണ്? ഒരു ചായ കുടിക്കാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് എ ടീ. അടുത്തത്, ഷീ ഫീൽസ് ലൈക്ക് എ ലെമണൈഡ്. അവൾക്ക് ഒരു നാരങ്ങാ വെള്ളം കഴിക്കണം എന്നുണ്ട്. എങ്കിൽ അവൾക്ക് ഒരു നാരങ്ങാ വെള്ളം കുടിക്കണം എന്നുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. അടുത്തത് ഒരു നെഗറ്റീവ് ഫോമാണ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എനിത്തിങ്.
എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഐ ഡോണ്ട്, അതായത് ഡു എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ് ഫോം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എനിത്തിങ്, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അടുത്തത് ഇതിൻ്റെ തന്നെ, അതായത് ഭക്ഷണ സാധനങ്ങളെപ്പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കുന്നത്. ഡു യു ഫീൽ ലൈക്ക് എനിത്തിങ്, എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഡു യു ഫീൽ ലൈക്ക് എനിത്തിങ്. ഇവിടെ നമ്മൾ വിചാരിക്കുന്ന മീനിങ് അല്ല ആക്ച്വലി വരുന്നത്. ഡു യു ഫീൽ ലൈക്ക് എനിത്തിങ്. അടുത്ത എക്സാമ്പിൾ, ഡു യു ഫീൽ ലൈക്ക് ആൻ ഐസ്ക്രീം, ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇവിടെയും നമ്മൾ വേറൊരു മീനിങ് ആയിരിക്കും വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവരെന്തായി പറയുന്നേ. ഇനിയും അങ്ങനെ ഓർത്ത് ബുദ്ധിമുട്ടേണ്ട ഒരാവശ്യവുമില്ല. ഡു യു ഫീൽ ലൈക്ക് ആൻ ഐസ്ക്രീം എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിക്കുവാണെങ്കിൽ അയാൾ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.